ഗുഡ് മോർണിംഗ്. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതൊന്നുമില്ല, സീറോ ആരുടെ കൂടെ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും സെയിം സംഖ്യ തന്നെ കിട്ടും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ഹോൾ നമ്പേഴ്സിന്റെ കേസിലൊന്ന് നോക്കാം. ഹോൾ നമ്പറിന്റെ കൂടെ സീറോ ആഡ് ചെയ്ത് നോക്കി. ഒരു ഹോൾ നമ്പർ 20 ഒരു ഹോൾ നമ്പറാ. സീറോ ആഡ് ചെയ്തു, ആൻസർ എത്ര തന്നെ വരും? 20 തന്നെ വരും. ഇനി വലിയ ചെറിയ സംഖ്യ 2ൻ്റെ കൂടെ സീറോ ആഡ് ചെയ്താലും 2 തന്നെ വരും. ഇനി 20യിൽ നിന്ന് സീറോ സബ്ട്രാക്ട് ചെയ്താലോ 20 തന്നെ. 15ൽ നിന്ന് സീറോ സബ്ട്രാക്ട് ചെയ്താലോ 15 തന്നെ. അപ്പോൾ ഹോൾ നമ്പറിന്റെ കേസിൽ അത് അഡിറ്റീവ് ഐഡന്റിറ്റിയാണ്. എത്ര തന്നെയാണ്? സീറോ, അതാണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ വെൻ സീറോ ഈസ് ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഫ്രം എനി ഹോൾ നമ്പർ. ഏതെങ്കിലും ഹോൾ നമ്പറിന്റെ കൂടെ സീറോ ആഡ് ചെയ്യുവോ സബ്ട്രാക്ട് ചെയ്യുവോ ചെയ്താൽ നമുക്ക് എന്നാ കിട്ടും? സെയിം നമ്പർ തന്നെ കിട്ടും. ശരിയല്ലേ? ഓക്കെ, നമ്മൾ ഇനിയും നോക്കാൻ പോകുന്ന ഇൻഡിജറിന്റെ കേസും കൂടെ നമുക്ക് നോക്കിയേക്കാം. ഇച്ചിരി ഉള്ളു കേട്ടോ, കുറച്ചേ ഉള്ളൂ. ഇൻഡിജറിന്റെ കേസ് -20 ഒരു ഇൻഡിജറാണ്, നെഗറ്റീവ് സംഖ്യയാണ്. അതിൽ നിന്ന് ഞാൻ സീറോ ആഡ് ചെയ്യാൻ പോവാ. -20യിലൂടെ സീറോ ആഡ് ചെയ്താൽ എന്നാ തന്നെ ആൻസർ വരും കേട്ടോ. അല്ല ഇപ്പം ഒരു പ്ലസും ഒരു മൈനസും അങ്ങനെ നോക്കാം. പ്ലസും മൈനസും, സീറോ പ്ലസ് അങ്ങനെ സങ്കല്പിക്കേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എന്താണ്? -20 ആണോ? ഇനി വേറെണ്ണം സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. -20യിൽ നിന്ന് -0 സബ്ട്രാക്ട് ചെയ്തു. സീറോ ആഡ് ചെയ്താൽ എന്നാ സബ്ട്രാക്ട് ചെയ്താൽ എന്നാ വല്ല വ്യത്യാസമുണ്ടോ? ആ സംഖ്യ തന്നെ കിട്ടും. എന്താണ്? -20 ആണോ? ഇനി സീറോ ഒരു ഇൻഡിജറാ അല്ലേ? സീറോ ഇസ് ആൻ ഇൻഡിജർ. സീറോയുടെ കൂടെ സീറോ തന്നെ ആഡ് ചെയ്താൽ ആൻസർ തന്നെ 0. സബ്ട്രാക്ട് ചെയ്താലും 0. ഇനി നമുക്ക് വേറെ സംഖ്യ നോക്കാം. -15ന്റെ കൂടെ സീറോ ആഡ് ചെയ്താൽ എന്നാ കിട്ടും? -50. ഇത്രയേ ഉള്ളൂ. ഇതാണ് അഡിറ്റീവ് ഐഡന്റിറ്റി. അപ്പോൾ ഹോൾ നമ്പർ ആയാലും നമ്മുടെ ഇൻഡിജേഴ്സ് ആയാലും സീറോ ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും സെയിം ആൻസർ തന്നെ. നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ കിടക്കുന്നത് ആ ക്വസ്റ്റ്യൻ തന്നെ കിട്ടും. അതായത് അതിനകത്ത് കിടക്കുന്ന നമ്പർ ഇൻഡിജർ ആണെങ്കിൽ ആ ഇൻഡിജർ തന്നെ കിട്ടും. ഹോൾ നമ്പർ ആണെങ്കിൽ ഹോൾ നമ്പർ തന്നെ. സെയിം ആൻസർ നല്ല ഉദ്ദേശിച്ച് ഒരു ഇൻഡിജറിന്റെ കൂടാണ് സീറോ ആഡ് ചെയ്യുന്നതെങ്കിൽ ആൻസർ ഇൻഡിജർ തന്നെയായിരിക്കും. ഒരു ഹോൾ നമ്പറിന്റെ കൂടാണ് സീറോ ഹോൾ നമ്പർ പറ്റും ആഡ് ചെയ്യുന്നെങ്കിൽ കിട്ടുന്ന ആൻസർ ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. ഇതിനെയാണ് മക്കളെ അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നമുക്കപ്പം ജനറലായിട്ട് എന്നാ എഴുതാം? A+0 എന്ന് പറഞ്ഞാലും 0, 0 + A എന്ന് പറഞ്ഞാലും 0. ഇതാണ് അഡിറ്റീവ് ഐഡന്റിറ്റിയുടെ ഫോം. മനസ്സിലായോ? അപ്പൊ നമ്മളിപ്പം പറഞ്ഞ 3 കാര്യങ്ങളും അത് 3 പ്രോപ്പർട്ടികളും നമ്മൾ പറഞ്ഞു. ഞാൻ അതൊന്ന് ഞാൻ അതിൻ്റെ ഒരു ഇത് പറയാം, സമ്മറി പറയാം. ആദ്യം നമ്മൾ പറഞ്ഞു തന്നെയായിരുന്നു ക്ലോസർ പ്രോപ്പർട്ടി. ക്ലോസർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്നാണ്? A+B, അത് അഡീഷൻ ഉണ്ടായിരുന്നു. A+B ചെയ്താലും എന്തായിരിക്കണം? ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് സെയിം കിട്ടണം. A-B ചെയ്താലും ക്ലോസ്ഡ് ആയിരിക്കണം. അതായത് ഹോൾ നമ്പറാ ചെയ്യുന്നെങ്കിൽ A+B ചെയ്താൽ എന്നാ തന്നെ കിട്ടും? ഹോൾ നമ്പർ തന്നെ കിട്ടും. A-B ചെയ്താലും ഹോൾ നമ്പർ തന്നെ കിട്ടും. ഇനി ഇൻഡിജർ ആയിരുന്നെങ്കിൽ, ഈ കേസിൽ ഇൻഡിജർ ആണെങ്കിലോ A+B ചെയ്താല് ഇൻഡിജർ എടുത്തെങ്കിൽ A+B ചെയ്താലും ആൻസർ എന്നായിരുന്നു? ഇൻഡിജർ. A-B ചെയ്താലും ഇൻഡിജർ. ഇതായിരുന്നു ക്ലോസർ പ്രോപ്പർട്ടി. അടുത്തൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതായിരുന്നു. എന്തായിരുന്നു അടുത്ത പ്രോപ്പർട്ടി? കമ്മ്യൂട്ടേറ്റീവ്. അതെന്നായിരുന്നു? A+B ചെയ്താലും B+Aക്ക് തുല്യമായിരിക്കണം. അല്ലെ A-B ചെയ്താൽ B-Aക്ക് തുല്യമായിരിക്കണം. ഇത് നമ്മൾ കണ്ടായിരുന്നു. ഇൻഡിജേഴ്സ് A+B ഇത് കറക്റ്റ് ആയിരുന്നു. അതായത് കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു. പ്ലസ് ചെയ്തപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആയിരുന്നു. എല്ലാം സെയിം ആൻസർ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ
സബ്ട്രാക്ഷൻ ചെയ്തപ്പോൾ കിട്ടിയില്ല. ഓർക്കുന്നുണ്ട്, A+B ചെയ്ത് നമ്മൾ തിരിച്ച് ചെയ്തപ്പോൾ ആൻസർ കിട്ടിയില്ല, കമ്മ്യൂട്ടേറ്റീവ് അല്ല നമ്മൾ പറഞ്ഞു. അടുത്തായിരുന്നു അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ A+B+C ഇങ്ങനെ ചെയ്താലും A+B ഇങ്ങനെ ചെയ്താലും ഈക്വൽ ആയിരിക്കും. അതാണ് പ്രോപ്പർട്ടിയുടെ കാണിക്കുന്നത്, അതിന്റെ ജനറൽ ഫോം കാണിക്കുന്നത്. പിന്നെ അവസാനം പഠിച്ചതായിരുന്നു നമ്മൾ ഏതായിരുന്നു അവസാനം പഠിച്ചത് അഡിറ്റീവ് ഐഡന്റിറ്റി. അതായത് 0 ആരുടെ കൂടെ കൂട്ടിയാലും ആ ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അതായത് ഹോൾ നമ്പറിൻ്റെ കൂടെ കൂട്ടിയാൽ ഹോൾ നമ്പർ കിട്ടും, സെയിം ഹോൾ നമ്പർ തന്നെ കിട്ടും. ഇൻഡിജറിൻ്റെ കൂടെ കൂട്ടിയാൽ സെയിം ഇൻഡിജർ തന്നെ കിട്ടും. സബ്ട്രാക്ട് ചെയ്താലും അതേപോലെ തന്നെ. മനസ്സിലായില്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഭാഗം തീർന്നു. നമുക്കിനി എക്സസൈസ് ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.